ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സ്റ്റേഷൻ റൈറ്റർ KC രതീഷ് സ്വാഗതം ആശംസിച്ചു. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിനീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ DYSP വിനോദ് കുമാർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. SI രൂപ മധുസൂദനൻ, ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സബ് ഇൻസ്പെക്ടർ ശശിധരൻ KP നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ കൃഷി അസിസ്റ്റന്റ് ഓഫീസർക്കുള്ള അവാർഡ് നേടിയ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂരിനെ മൊമന്റോ നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ DYSP സർക്കാരുകളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ടുള്ള ശ്രീ സുരേഷ് കുറ്റൂർ, ബഹുമാനപ്പെട്ട SHO, അതുപോലെ ബഹുമാനപ്പെട്ട SI, എല്ലാ സഹപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. 2003 പോലീസ് സേനയുടെ ഭാഗമായതാണ്. ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും വളരെ ഭംഗിയായിട്ട് ഒരു ഓണം പരിപാടി. ഇപ്പൊ സാറിപ്പം കുറച്ച് ലേറ്റ് ആയിട്ട് വന്നതാണ്. സാർ എല്ലാ സ്റ്റേഷനും പോയിട്ട് അത്യാവശ്യം പാട്ട് പാടുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ തുടക്കത്തിൽ ഞാൻ നമ്മളെ ജയൻ അല്ലെങ്കിൽ ഷിജു അങ്ങനെ 2-3 പേരുകളാണ് ഒരു സ്റ്റേഷനിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പേരുകൾ, ഇവിടെ കേട്ട പേരുകളതാണ്. പക്ഷെ ഈ പ്രോഗ്രാം ഇവിടെ എത്തിയപ്പോൾ എന്താ പറയുന്നത്, ഒരു ഇത്രയും നേരം ഞാൻ ജോലി ചെയ്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടാത്ത നമ്മുടെ എല്ലാ വിഷമങ്ങളും, നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ്, ഒരുപാട് കാര്യങ്ങൾ പോലീസിൽ പറയുന്ന ഈ ഒരു ആധുനിക കാലഘട്ടത്തിലും കുറച്ച് സമയമെങ്കിലും ഇപ്പൊ 12:30 ഒരു മണിക്ക് ശേഷം നമ്മൾ ഈ ഒരു 3:30 മണി സമയം വരെ 2.5 മണിക്കൂർ പോലീസിൽ പൊതുവെ എപ്പോഴും ഒരു ആഘോഷവും നമുക്ക് ആഘോഷിച്ചു നിൽക്കാൻ പറ്റാതെ ഒന്നുകിൽ മാനസികമായി അല്ലെങ്കിൽ നമുക്ക് സമയം അപര്യാപ്തമായി നമുക്ക് സാധിക്കാറില്ല. ഓണമെങ്കിൽ നമുക്ക് ആഘോഷിക്കണം. ഓണം നമ്മുടെ ദേശീയോത്സവം, അല്ലെങ്കിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഓണം ആഘോഷിക്കുന്ന മുമ്പത്തെപ്പോലെയല്ല. മുമ്പേ ഒരിക്കലും 2015 വരെ എനിക്ക് തോന്നുന്നില്ല. 2015 ആഘോഷമുണ്ട്. പക്ഷെ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ 2014 ഓണം ആഘോഷിച്ചു. പക്ഷെ ഓണം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഒന്നിച്ചു കൂടി ആഘോഷിക്കാൻ സാധാരണ പതിവ്. ഓണത്തിന് മുമ്പേ തന്നെ നമുക്ക് എല്ലാവരും ഓണം ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ട് എന്താണ് നമുക്ക് അപ്പൊ ആ ഒരു സങ്കല്പത്തിലേക്കുള്ള പോക്കാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എന്ത് സാധ്യമാകുന്ന ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. പക്ഷെ നമ്മൾ ഇന്നത്തെ പോക്ക് കാണുമ്പോൾ നേരെ റിവേഴ്സ് പോക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാം പിന്നെയും പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും ഓണത്തിന്റെ ലോകത്തിലേക്ക് നമ്മൾ ഒരിക്കലും ഒരു ദിവസം പോലും അടുക്കുന്നതിന് എന്റെ പ്രതീക്ഷയില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഓണത്തെ എല്ലാ വർഷവും ഓണം ആഘോഷിക്കണം. ഏറ്റവും മഹത്തരമായ ഒരു ഇതാണ്, ഒരു സങ്കല്പമാണ് നമ്മുടെ സമത്വം എന്നുള്ളത്. നമ്മളെല്ലാവരും ഉള്ളവരും ഇല്ലാത്തവരും ജാതി ഭേദമന്യേ എല്ലാവരും തുല്യരായി കാണുന്ന ഒരു ലോകത്തിലേക്കുള്ള പോക്ക് വളരെ നല്ലൊരു സങ്കല്പമാണ്. അപ്പൊ നമ്മളൊക്കെ എല്ലാവർക്കും ഏതെങ്കിലും ഒരു കാലത്ത് അതിന് സാധിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആഗ്രഹിക്കാൻ ആശിക്കാനുള്ളത്. അപ്പോ ഈ ഇത്ര നല്ല രീതിയിൽ ഒത്തൊരുമയോടുകൂടി ഓണം ആഘോഷിക്കാൻ സാധിക്കുന്നത് നമ്മളെല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള മനസ്സുകൊണ്ട് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നതും ഒരുപോലെ പ്രവർത്തിക്കുന്നതുമാണ് അത്തരത്തിൽ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് IP വിചാരിച്ചാലോ SI വിചാരിച്ചാലോ അല്ലെങ്കിൽ റൈറ്റർ വിചാരിച്ചാലും ഒരാൾ വിചാരിച്ചാലും മാത്രം നടക്കില്ല. എല്ലാവരും ഒരുപോലെ വിചാരിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത് നമ്മുടെ എല്ലാ കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ആക്റ്റീവ് ആയി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് മത്സരങ്ങളായാലും പാട്ടായാലും എല്ലാം ഒരുപോലെ അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് എല്ലാവർക്കും ഓണം 5-ാം തീയതിയാണ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണാശംസകൾ നേരുക. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊക്കെ മാറി മറിഞ്ഞ് ഇപ്പോൾ ഒരു അണുകുടുംബ വ്യവസ്ഥയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും പേര് ഒരുമിച്ചിട്ട് നിന്ന് ഓണം ആഘോഷിക്കുന്നത് പോലീസിൽ വന്നതിന് ശേഷമാണ്. പക്ഷെ അതിൽ ഒട്ടേറെ അഭിമാനമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പോലീസിൽ ഇങ്ങനെയും സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന് തീർച്ചയായും ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് കടപ്പെട്ടിരിക്കുന്നു. അവർക്ക് പോലും പലപ്പോഴും അത്ഭുതവും അതിശയവും തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പോലീസിൽ മാത്രമേ ഇത്രയും കൂട്ടായ്മ പോലീസിൽ മാത്രമേ സംഭവിക്കുള്ളൂ, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലും ഇല്ല എന്നൊരു സത്യം ഞാൻ അനുഭവിച്ചറിഞ്ഞ
ഒരു വർഷമായിരുന്നു ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഒരു വർഷം. വസ്തുക്കൾ സംരക്ഷിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ താക്കോല് സൂക്ഷിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. മാത്രമല്ല ഇവിടെ ഇരിക്കുന്നതിൽ ഒരേ മുഖങ്ങൾ, കുറച്ച് മുഖങ്ങളാണ് ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെടുന്നത്. ഇവിടെ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചതാണ് ഗംഗാധരൻ എസ്.ഐ. അതിനുശേഷം സമാന്തര വിദ്യാലയത്തിലും മറ്റും അധ്യാപകനായ സമയത്ത് എൻ്റെ സഹപ്രവർത്തകനായിരുന്നു ശശി സാർ. അതുപോലെ തന്നെ എൻ്റെ ശിഷ്യന്മാർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ബാക്കി എല്ലാ ആൾക്കാരെയും പരിചയപ്പെട്ടു. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ പണ്ട് കാലഘട്ടത്തിൽ മനസ്സിലാക്കിയ ഒരു പോലീസ് സേനയല്ല, സംവിധാനമല്ല ഇപ്പോൾ എന്നുള്ളത് ഞാൻ അടുത്തറിഞ്ഞത് ഇവിടെ വന്നതിന് ശേഷമാണ്. സൗഹൃദങ്ങളുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം പരസ്പരം കൈമാറുന്ന ഒരു സംവിധാനം ഈ പോലീസ് സേനയിൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.